പ്രിയപ്പെട്ടവർക്കും രാഗമാലികയിലേക്ക് സ്വാഗതം. ഞാൻ ഐശ്വര്യ. ഞാൻ എഴുതിയ നീലാംബരി എന്ന നോവൽ അധ്യായം 16 തുടരുന്നു. നൃത്തം കഴിഞ്ഞതും നീലാംബരി സ്റ്റേജിന് പിന്നിലേക്ക് ഓടി നർത്തകി ആരെന്നറിയുവാൻ. പക്ഷേ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. ആർക്കും അറിയില്ല അതാരെന്ന്. കുറുപ്പ് അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം കൈമലർത്തിയെങ്കിലും ആരെന്ന് അന്വേഷിക്കാമെന്ന് അദ്ദേഹം വാക്കുകൊടുത്തു. തറവാട്ടിൽ ആരും ആ കുട്ടിയെ മുൻപ് കണ്ടിട്ടില്ല. ആ കുട്ടിയുടെ നൃത്തത്തെക്കുറിച്ച് ചേന്നൻ വാതോരാതെ പുകഴ്ത്തിക്കൊണ്ടിരുന്നു. കുറുപ്പ് അദ്ദേഹത്തിന് അത് ഇഷ്ടമാവുന്നുണ്ടായിരുന്നില്ല. തൻ്റെ മകളുടെ നൃത്തം ഏവർക്കും വളരെ പ്രിയങ്കരമെങ്കിലും ഒരിക്കൽ പോലും ചേന്നൻ ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടില്ല. കുറുപ്പിന് ചേന്നനോട് ഈർഷ്യ തോന്നി. നൃത്തത്തിൽ നട്ടുവാങ്കം എടുത്ത പെൺകുട്ടി അന്നാട്ടിലും അയൽനാട്ടുകളിലും അന്ന് നീലാംബരി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവളുടെ കീർത്തി നാടെങ്ങും അറിയണം എന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. മറ്റൊരു പെൺകുട്ടി മകൾക്കൊപ്പം എത്തുന്നത് അദ്ദേഹത്തിന് തീരെ താല്പര്യമില്ല. ദിവസങ്ങൾ കുറെ കടന്നുപോയെങ്കിലും ആ പെൺകുട്ടിയെക്കുറിച്ച് ഒരു വിവരവും കിട്ടിയില്ല. അന്നൊരു വെള്ളിയാഴ്ച വൈകുന്നേരം ഏടത്തിമാർക്കൊപ്പം നീലാംബരി കാവിലെ ക്ഷേത്രത്തിൽ തൊഴുതു മടങ്ങായിരുന്നു. പാടത്തിൻകരയിലെത്തിയപ്പോൾ പിന്നിൽ നിന്ന വിളി നീലാംബരി. നീലാംബരി മാത്രമല്ല, ഏടത്തിമാരും തിരിഞ്ഞു നോക്കി. തൊട്ടരികത്തുള്ള മാവിൻകൊമ്പിൽ നിന്നും പച്ചമാങ്ങ പൊട്ടിച്ച് കടിച്ചു തിന്നുന്ന ഒരു പെൺകുട്ടി. പച്ച പട്ടുപാവാടയും ജാക്കറ്റും അണിഞ്ഞ് നീണ്ടു ചുരുണ്ട മുടി ഭംഗിയിൽ വിടർത്തിയിട്ട് സുന്ദരിയായ ഒരു പെൺകുട്ടി. എവിടെയോ കണ്ടു മറന്നതുപോലെ നല്ല അടുപ്പം തോന്നുന്നു. നീലാംബരി പുഞ്ചിരിച്ചു. ആ കുട്ടി ചിരിയോടെ മുന്നോട്ട് വന്നു. നീലാംബരിയല്ലേ? നൃത്തം എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടോ. പെട്ടെന്ന് നീലാംബരിക്ക് ആളെ പിടികിട്ടി. അന്ന് ക്ഷേത്രത്തിൽ നൃത്തം ചെയ്ത കുട്ടിയല്ലേ? അതെ, മറുപടി വന്നു. ഇവിടെ എവിടെ താമസിക്കണു? കുറച്ച് ദൂരെയാണ്. കാവിൽ വന്നതാ, നേരം വൈകി, പിന്നെ കാണാട്ടോ. പറഞ്ഞതും ആ കുട്ടി തിരിഞ്ഞു നടന്നു. എന്തൊക്കെയോ ചോദിക്കാനുണ്ടായിരുന്നു, പേര് പോലും ചോദിച്ചില്ല. നീലാംബരിയും ഏടത്തിമാർക്കൊപ്പം മുന്നോട്ട് നടന്നു. വൈകുന്നേരങ്ങളിലെ ഇളങ്കാറ്റേറ്റ് പൂത്തു നിൽക്കുന്ന നെൽപ്പാടങ്ങളിലൂടെയുള്ള നടപ്പ് നീലാംബരിക്ക് വളരെ ഇഷ്ടമാണ്. കൈതപ്പൂ മണം പരത്തുന്ന കാറ്റിൻ്റെ സുഗന്ധം. അന്നും പതിവ് പോലെ നീലാംബരി നടക്കാനിറങ്ങി. തനിച്ചാണ് നടപ്പ്. നല്ല കൈതപ്പൂ മണം. കൈത്തോടിനരികിൽ നിന്നാവും. പോയി നോക്കാം. കൈത്തോടിനരികിലെത്തിയപ്പോൾ കണ്ടു അവിടെ തോട്ടിറമ്പിൽ മൺതിട്ടയിൽ ചാരിയിരിക്കുന്ന പെൺകുട്ടി എന്തോ വലിയ ആലോചനയിലാണ്. നീലാംബരി തോട്ടിറമ്പിലേക്ക് ഇറങ്ങി. എന്താണ് ഇത്ര വലിയ ആലോചന? ചോദ്യം കേട്ട് അവൾ ചാടി എണീറ്റു. നീലാംബരിയെ കണ്ടതും ആ മുഖത്ത് സന്തോഷം പ്രകടമായി. ഒന്നുമില്ല, തനിച്ചിരുന്നപ്പോൾ വെറുതെ എന്തൊക്കെയോ ഓർക്കായിരുന്നു. അന്ന് പേര് പറഞ്ഞില്ലല്ലോ, എന്താ പേര്? നീലാംബരി ചോദിച്ചു. ഒരു നിമിഷം അവൾ നീലാംബരിയുടെ മുഖത്ത് നോക്കി. എന്നിട്ട് മെല്ലെ പറഞ്ഞു, എൻ്റെ പേര് രേവതി.